തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവ്. ഓരോരോ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും എല്ലാം പേരിലുള്ള സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ചെമ്പഴന്തി ഉദയൻ, ഗോപകുമാർ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞയാണ് കോടതി അസാധുവാക്കിയത്. ദൈവം ഒന്ന് എന്ന സന്ദേശം നൽകുന്ന ഉദ്ധരണികളും യേശുദാസിന്റെ പ്രശസ്തമായ പാട്ടിലെ വരികളുമെല്ലാം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ ചേർത്തതും കൗതുകമായി. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 19 BJP കൗൺസിലർമാർ ഇന്ന് വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ ആർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല. സത്യപ്രതിജ്ഞ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് BJPക്ക് തിരിച്ചടിയായി മാറുമോ? കാപ്പ കേസ് പ്രതി ആർ സുഗതനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണോ BJP നേതൃത്വം? കാണാം RDX റാപ്പ്. ശ്രീപത്മനാഭന്റെ നാമത്തിൽ, തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ, ശ്രീകണ്ഠേശ്വരം മഹാദേവന്റെ നാമത്തിൽ, ഇരുംകുളങ്ങര ദുർഗാ ഭഗവതിയുടെ നാമത്തിൽ, ഉദിയന്നൂർ ദേവിയുടെ നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ബലിദാനികളുടെ നാമത്തിൽ എന്നിങ്ങനെയൊക്കെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. നിയമപരമായി സത്യപ്രതിജ്ഞ നിലനിൽക്കില്ലെന്നും ചട്ടലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി CPIM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക്കാണ് കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ദൈവനാമത്തിൽ എന്നല്ലാതെ ദൈവങ്ങളുടെ പേര് പറയാൻ ചട്ടപ്രകാരം കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഈ സത്യപ്രതിജ്ഞകളെല്ലാം റദ്ദാക്കിയത്. ഈ കൗൺസിലർമാരോട് 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. ഇതോടെ ഇന്ന് വൈകിട്ട് കോൺഫറൻസ് ഹാളിൽ വെച്ച് 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി പഞ്ചായത്തിലെ മെമ്പർ ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ആർ സുഗതൻ, കരമന അജിത്ത്, ദീപ S നായർ തുടങ്ങിയവർ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വലിയവിള കൗൺസിലർ VG ഗിരികുമാർ ബലിദാനികൾ അമരന്മാർ എന്ന് സത്യപ്രതിജ്ഞയ്ക്കൊപ്പം ചേർത്ത് പറഞ്ഞിരുന്നു. ആദ്യം ഈ സത്യപ്രതിജ്ഞകൾ നമുക്ക് കാണാം. പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഗുരുദേവ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ശ്രീ ഉദിയന്നൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭഗവത് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. RSSന്റെയും BJPയുടെയും ഓഫീസുകളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് കോർപ്പറേഷനിൽ നടക്കുന്നത് എന്ന് CPIM പാർലമെന്ററി പാർട്ടി നേതാവ്, എന്നുവെച്ചാൽ കോർപ്പറേഷനിലേത്, SP ദീപക് പറഞ്ഞു. കോർപ്പറേഷനെ RSS കാര്യാലയമാക്കാനുള്ള നീക്കത്തിലാണ് തിരിച്ചടിയായതെന്നും കേസിലെ ഹർജിക്കാരൻ കൂടിയായ SP ദീപക് പറഞ്ഞു. RSSന്റെയും BJPയുടെയും ഓഫീസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ ഒരു കാര്യാലയമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഈ മേയർ ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയതോടുകൂടി തന്നെ ഞങ്ങൾ കാണുന്നതെന്നുള്ള. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ മാത്രമാണ് കോടതി പറഞ്ഞതെന്നും BJPക്ക് ഇത് തിരിച്ചടിയല്ലെന്നുമാണ് മേയർ BV രാജേഷ് പറഞ്ഞത്. ജയിലിൽ കഴിയുന്ന സുഗതന് സത്യപ്രതിജ്ഞയ്ക്ക് 4 ആഴ്ച സമയമുണ്ടല്ലോ എന്നും BV രാജേഷ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? വിധി വന്നതോടുകൂടി അങ്ങനെ ചെയ്ത എല്ലാ പേരും, ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്, രേഖകൾ കാണിക്കുന്നത് അങ്ങനെയാണ്. അവരും ഇവിടെ ചെയ്യേണ്ടി വരും. അതേസമയം BJP കൗൺസിലർമാരുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൗൺസിൽ ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഇവർ ഇത്രയും കാലം കൗൺസിലിൽ തുടർന്നത് തെറ്റാണെന്നും ശിവൻകുട്ടി വിമർശിച്ചു. ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ട സ്ഥാനത്ത് രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമവ്യവസ്ഥയുടെ എതിരെയുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കൗൺസിലിൽ ഇത്രയും കാലം ഇവർ ഇരുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഇതാണ് ആശ. നമുക്കിപ്പോൾ അതന്ന് സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇത് നിലനിൽക്കാൻ പോകുന്നതല്ല എന്ന്. കോടതി സ്വാഭാവികമായിട്ടും നല്ല നിരീക്ഷണങ്ങളോട് കൂടിയിട്ട് ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനോട്
എന്തെങ്കിലും എതിർത്ത് നിൽക്കാതെ പോയിട്ട് ഉടനടി രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലേ? അതെ, ഇത് കേരളത്തിൽ ഇത് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന ഉമേഷ് ചള്ളിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ നിയമസഭയിൽ ചെയ്തത്. അത് പിന്നീട് ഇത്തരത്തിൽ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിനും. അത് കോടതിയുടെ ഇടപെടലുണ്ടാവുകയും ആ നിലയ്ക്ക് തിരുത്തേണ്ടി വരികയും ചെയ്തു. അതുപോലെ ഇപ്പോൾ ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. അതും തിരുത്തണം. അതാണ് ഇപ്പോൾ ഇന്നത്തെ ഉത്തരവോടെ ആ കാര്യത്തിലും മാറ്റമുണ്ടാക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ ഇത് നിയമപരമായി തന്നെ പോകൂ എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് പറയാനാവൂ. കാരണം ഇത് രാജ്യം മുഴുവൻ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല. ഗോമാതാവിൻ്റെ നാമത്തിൽ വരെ ഈ രാജ്യത്ത് സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ചില കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന ഗൗരവത്തോടെ കോടതി അതിൻ്റെ നിയമപരമായ കൃത്യമായ വശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല. കർണാടകത്തിലൊക്കെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. അതായത് ഗോമാതാവിൻ്റെ പേരിലൊക്കെ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്യും. ഓരോരുത്തർക്കും ഓരോന്നിനെ ദൈവമായിട്ട് തോന്നുന്നുവെങ്കിൽ അതിനെയെല്ലാം ദൈവമായി അവതരിപ്പിച്ചുകൊണ്ട് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ എന്താണ് അവസ്ഥ? ഇപ്പോൾ കോടതി തന്നെ ചോദിച്ച ഒരു കാര്യം, ഈ വീരപ്പനെ ദൈവമായി കരുതുന്നവരുണ്ട്. ശരിയാണ്, വീരപ്പൻ അമ്പലം പണിതുന്നുണ്ട്, ആ നിലയ്ക്ക് ദൈവമായി കാണുന്നവരുണ്ട്. നടി ഖുഷ്ബുവിന് തമിഴ്നാട്ടിലൊരു അമ്പലമുണ്ട്. നാളെ അങ്ങനെ ഇവരെയൊക്കെ ദൈവമായി കരുതുന്നവർ അവരുടെയൊക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ എന്താവും സ്ഥിതി? അപ്പോൾ അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഭരണഘടനാപരമായി തന്നെ നോക്കിയാൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്യാം. അതല്ലാത്ത അഭ്യാസങ്ങൾ പാടില്ല എന്ന് തന്നെയാണ്. അത് അത്ര കൃത്യമായി തന്നെ കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു ചടങ്ങാണല്ലോ ഇത്. അത് ആ ഗൗരവത്തിൽ തന്നെയാണ് കാണേണ്ടത്. ആ ഗൗരവത്തിൽ കാണുന്നില്ല രാജ്യത്ത് പലയിടത്തും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ ഗൗരവത്തിൽ തന്നെ കാണണം നമ്മൾ എന്നുള്ളതാണ്. നമ്മൾ ഈ കോടതിയുടെ ആ നിലയ്ക്ക് കോടതിയുടെ വിധിയെ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ നമ്മൾ കാണണം. ഇത് രാജ്യം മുഴുവൻ ഈ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാവണം എന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് അംബേദ്കർ ഈ ഒരു ഘട്ടത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ചിലർക്ക് ദൈവം ഒരു സാക്ഷിയും ശക്തിയുമാണ്. അവർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. മറ്റുള്ളവർക്ക് ദൈവം സ്വന്തം മനസാക്ഷി തന്നെയാണ്. അവർക്ക് സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്യുക. വളരെ ക്ലിയർ ആയിട്ടുള്ള തീരുമാനമായിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സത്യപ്രതിജ്ഞ എങ്ങനെയാണ് ഒരു സർക്കാർ അധികാരമേൽക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭരണഘടനാ അസംബ്ലിയിൽ നടക്കുമ്പോൾ അവിടെയും ഉയർന്നിട്ടുള്ള കാര്യം ഇത് ദൈവനാമത്തിൽ തന്നെ വേണമെന്നുള്ളത് കർശനമാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ തീരുമാനിക്കപ്പെട്ടത്. ദൈവനാമത്തിൽ വേണമെങ്കിലാകാം, ഇതുമാകാം. അതിനപ്പുറം ദൈവനാമത്തിലുള്ള സത്യപ്രതിജ്ഞ മാത്രമാണോ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ നടന്നത്? അതിനപ്പുറം മുദ്രാവാക്യം വിളി കൂടി ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയുടെ ഭാഗമായി മുദ്രാവാക്യം വിളി കൂടി കേൾക്കേണ്ടി വന്ന ഒരു സന്ദർഭമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളത് ഓർക്കണം. ഭാരത് മാതായ്ക്ക് ജയ് വിളിച്ചിട്ടൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അവരെ ദൈവമായി കരുതാം, അവർക്ക് ഇവർ കരുതിക്കോട്ടെ. പക്ഷേ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുക എന്നുള്ള പ്രശ്നം അവിടെയാണ്. കാരണം ഇക്കാര്യത്തിൽ ചിലപ്പോൾ ഒരാൾക്കൊക്കെ പറ്റുന്ന അയാളുടെ വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പറ്റുന്ന ഒരു വീഴ്ച എന്ന മട്ടിലല്ല നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യത്തെ കാണേണ്ടത്. അത് ഈ ആവേശത്തള്ളിച്ച കൊണ്ട് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണത്. ആദ്യമായിട്ടാണ് കോർപ്പറേഷൻ ഭരണം കൈയാളുന്നത്. അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചരിത്ര വിജയമാണ് അവിടെ BJP നേടിയെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ചരിത്ര വിജയം നേടിയതുകൊണ്ട് നമ്മൾ ഈ ഭരണഘടനാപരമായി ഇവിടെ നിലനിൽക്കുന്ന ചട്ടങ്ങളും രീതികളും മറികടന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം എന്നുള്ള ആലോചന തെറ്റാണ്. അപ്പോൾ അമേരിക്കയിലുണ്ട് സെറിമോണിയൽ ആയിട്ടുള്ള ഭാഗവും അല്ലാതെ ഔദ്യോഗികമായ ഭാഗവും രണ്ടായി തന്നെ നിൽക്കുന്ന സ്ഥിതിയുണ്ട് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടൊക്കെ. പിന്നെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞയും അല്ലാത്ത സത്യപ്രതിജ്ഞയുണ്ട്. ഇതിപ്പോൾ ആ മട്ടിൽ തൽക്കാലം കാണേണ്ടി വരും. ഈ ആഘോഷത്തിൻ്റെ സത്യപ്രതിജ്ഞയാണ് ആദ്യം നടന്നത്. ഒറിജിനൽ സത്യപ്രതിജ്ഞ ഇപ്പോഴാണ് നടന്നത് എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നിയമപരമായി തന്നെ നിൽക്കട്ടെ. പിന്നെ ആ വിധിയെക്കുറിച്ചും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ സുന്ദരമായി തന്നെയാണ് അദ്ദേഹം ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. നിശ്ചയമായിട്ടും ആ വിധിയെക്കുറിച്ച് സത്യമായിട്ടും അത് ഒന്ന് കേരളത്തിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് പോയിരിക്കുന്ന ഈ വിധി നിശ്ചയമായിട്ടും ഇത്തരം വിധികളാണല്ലോ അടുത്തടുത്ത വിധികൾക്കുള്ള ആധാരമാകുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞിട്ട് വിധിക്ക് പുറത്താണെങ്കിൽ ഈ വീരപ്പൻ്റെ ഉദാഹരണങ്ങളൊക്കെ ആണെങ്കിലും വിധിക്കകത്ത് ഈ ദൈവം എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന ഒരു മഹത്തരമായ സംഗതിയെ ഉൾക്കൊണ്ട് തന്നെ അതിനെ തള്ളിക്കറഞ്ഞൊന്നുമല്ല, അതിനെ ഉൾക്കൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് വ്യക്തികൾക്കും മനുഷ്യർക്കും എത്രത്തോളം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഹർഷ, ഈ മതം വിശ്വാസം എന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം VD സതീശന് പിന്നെ പിണറായി വിജയനെയും VD സതീശനെയും ഒക്കെ എതിർക്കാം. അവരവരുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എതിർക്കാം. ഇങ്ങനെ വന്നാൽ
നമ്മുടെ എതിർപ്പിൻ്റെ അംശം അങ്ങ് പോയി പോകും എന്നുള്ളതാണ് പ്രശ്നം. ഒരാളൊരു മതവിശ്വാസത്തിൻ്റെ ദൈവത്തിൻ്റെ പേരും ഒക്കെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമാക്കി എന്താ സംഭവിക്കുക? നമുക്ക് അവരെ കളിയാക്കാനോ എതിർക്കാനോ പറ്റില്ല. അപ്പോൾ അവർ പിന്നെ കുറേ ആളുകൾ അവിടെ വന്നിട്ട് ഈ തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സാധാരണഗതിയിലല്ലാതെ ഒരു സത്യപ്രതിജ്ഞ വാചകമൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ചിരി വന്നിട്ടുണ്ടാകും. പക്ഷേ ചിരിച്ചാലോ എതിർത്താലോ വിമർശിച്ചാലോ അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ എൻ്റെ വിശ്വാസത്തെയാണ് അപമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ കാര്യം കഴിഞ്ഞു. അതാണ് ഈ മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിട്ട് നിർത്തണം എന്ന് ആധുനിക കാലത്തെ ജനാധിപത്യ സമൂഹങ്ങളിലെല്ലാം ഈ പറയുന്ന അംബേദ്കർ അടക്കമുള്ള ആളുകൾ, മഹാന്മാരായിട്ടുള്ള ബുദ്ധിജീവികളെല്ലാം ആവർത്തിച്ച് പറയുകയും നമ്മുടെ ഭരണഘടന അങ്ങനെ ആക്കിയതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള അടിസ്ഥാനം നിങ്ങൾക്ക് ജനാധിപത്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമുള്ള പരസ്പരം എതിർക്കുക എന്ന സംഗതി. ഒരാളുടെ നയത്തെയും നിലപാടിനെ എതിർക്കാൻ, അവരുടെ വർത്തമാനങ്ങളെ എതിർക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുള്ളതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിനകത്ത് എതിർക്കാനോ വിമർശിക്കാനോ പാടില്ലാത്ത ഒരു എൻറ്റിറ്റിയെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ ആ പരിപാടി പോയി. ഒരാൾ ദൈവത്തെ വെച്ചിട്ട് അയാളുടെ രാഷ്ട്രീയത്തെ പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് വിമർശിക്കാൻ പറ്റുക? അപ്പോൾ എൻ്റെ ദൈവത്തെയാണ് നിങ്ങൾ വിമർശിച്ചത്, എൻ്റെ ദൈവത്തെയാണ് നിങ്ങൾ എതിർത്തത്, എൻ്റെ ദൈവത്തെയാണ് നിങ്ങൾ പരിഹസിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വയലൻ്റ് ആകാൻ പോലും അവകാശമുണ്ട്. അപ്പോൾ സംഗതികളെല്ലാം കീഴ്മേൽ മറിയും. അതുകൊണ്ടാണ് ഈ മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്ന ഇസ്ലാം, പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതികളെ, അത് വിശ്വാസം പ്രധാനമാണ്, ദൈവം പ്രധാനമാണ്, മനുഷ്യർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശ്വാസമാണ്. പക്ഷേ അതിനോട് പൊളിറ്റിക്സ് ചേരുമ്പോൾ സംഗതി കയ്യിൽ നിന്ന് പോകും, നമുക്ക് എതിർക്കാനേ പറ്റില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കകത്ത് ഈ ബുദ്ധിയുള്ള മനുഷ്യർ ഇത്രയും കാലം ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ഈ സൂക്ഷിപ്പുകാർ, അതിൻ്റെ കാവൽക്കാർ ആരാണ്? അത് BJP ആണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് പതിറ്റാണ്ടിലേറെയായിട്ട്. ഈ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് നമ്മുടെ ബഹുമാനായുള്ള പ്രധാനമന്ത്രി. അദ്ദേഹമാണ് ഭരണഘടനയുടെയും സംവിധാനങ്ങളുടെ എല്ലാം കസ്റ്റോഡിയൻ. ആ ഭരണഘടനയാണ് നിങ്ങൾ ഇങ്ങനെ വേണം സത്യപ്രതിജ്ഞ ചെയ്യാൻ എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഭരണഘടനയുടെ കസ്റ്റോഡിയനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ തന്നെ ആ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒരു തരത്തിൽ നിസ്സാരീകരിച്ചിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. കാലാകാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട്, 7-8 പതിറ്റാണ്ടുകളായിട്ട് ഇതിങ്ങനെ നടക്കുകയാണ്. ഇതാണ് ഈ നാട്ടിലെ രീതി. ഈ പറയുന്ന പാർട്ടിയുടെ, ഈ പറയുന്ന നേതാവിൻ്റെ അനുയായികൾ തന്നെ അദ്ദേഹം കസ്റ്റഡിയനായിരിക്കുന്ന ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യത്തെ തൃണവൽഗണിച്ചിരിക്കുകയാണ് ഈ കണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഇവർ ചെയ്യാൻ പാടുണ്ടോ? 2 കാരണങ്ങളാൽ. അതായത് ഒന്ന്, ഇവർ ഈ വിശ്വാസത്തിനെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ആളുകളെ അങ്ങോട്ടൊന്നും മിണ്ടാൻ പറ്റാത്തവരാക്കി നിർത്തി. 2, ഈ പറയുന്ന അവരുടെ തന്നെ നേതാവ് കസ്റ്റോഡിയനായിരിക്കുന്ന ഭരണഘടനയെ അവർ നിസ്സാരീകരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് ചിരിച്ചോ അല്ലെങ്കിൽ എതിർത്തോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ BJP, CPM, CPI, ഇപ്പുറത്ത് കോൺഗ്രസ്, ഇങ്ങനെയൊക്കെയാണല്ലോ കിടക്കുന്നത്. നാളെ CPM വന്നിട്ട് മഹാനായ ലെനിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇവർ തന്നെ പറയും, കണ്ടില്ലേ ഇൻ്റർനാഷണൽ മറ്റേ ഭാരതത്തോട് ഇതിൽ ഏതൊരു റഷ്യക്കാരൻ്റെ പേരിൽ ഇതാ ഇവർ സത്യപ്രതിജ്ഞ എന്ന് പറയില്ലേ അവർ പോട്ടെ, മഹാത്മാഗാന്ധി എത്രമാത്രം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ നടക്കുമോ? നടക്കില്ല, നിയമപരമായിട്ട് നടക്കില്ല. അവരത് ചെയ്യാറില്ല. CPM ചെയ്യാറില്ല, CPI ചെയ്യാറില്ല, ലീഗുകാരും ചെയ്യാറില്ല. അപ്പോൾ ഇവർക്ക് മാത്രം എന്താണ്? അപ്പോൾ ആളുകൾ ചിരിക്കില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാത്രം കോമൺ സെൻസ് ഇല്ല എന്നല്ലേ അവർ ചോദിക്കുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും ഈ കോടതി വഴിയൊക്കെ ഉള്ളതുകൊണ്ടും അദ്ദേഹം നല്ല സരസമായിട്ടും ലീഗൽ പോയിന്റ് ഒന്നും വിടാതെയും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയുമായിട്ട് നല്ലൊരു വിധി അവിടെ നിന്ന് വന്നു. ആ വിധി ആ മട്ടിൽ തന്നെ അങ്ങ് പാലിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ ഇത് ആവർത്തിക്കരുത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേയർ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, അല്ലേ? മേയർ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, മേയർ വൃത്തിക്ക് വന്നിട്ട് ചെയ്തു. VV രാജ്, അദ്ദേഹം ഒരു സീസണലായിട്ടുള്ള പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ചെയ്തു പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരുടെ പാർട്ടിക്കാരൻ, അദ്ദേഹത്തിന് ദൈവത്തോട് ആഭിമുഖ്യം ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദൈവം എന്നാൽ വിശ്വാസം പ്രധാനമാണ്. ഇപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് 14-ാമത്തോ 13-ാമത്തോ വയസ്സിൽ രാഷ്ട്രീയക്കാരനായിട്ട് തുടങ്ങി, എനിക്കൊരു പദവി കിട്ടിയിരിക്കുകയാണ്, എനിക്ക് ദൈവത്തെ ഓർക്കണം. അങ്ങനെയുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം പേരുള്ളത്, വിശ്വാസികൾ. അപ്പോൾ അവർക്ക് ഭരണഘടന മതിയായ ആദരവ് കൊടുത്തിരിക്കുകയല്ലേ. നിങ്ങൾ ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളൂ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. എൻ്റെ ദൈവം ഇന്നയാളാണെങ്കിൽ, ആറ്റുകാലമ്മയാണെങ്കിലും ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിൽ ആറ്റുകാലമ്മയാണ് ദൈവമായിട്ട് കണ്ടുകൊണ്ട്, പക്ഷേ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉൾക്കൊണ്ടില്ലേ 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദു മതത്തിലെന്നാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നത് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല. കഴിഞ്ഞ സാറോ പറയുന്നത് 33 കോടി എന്ന് വെച്ചാൽ ആ നമ്പറല്ല, 330 മില്യൺ എന്നല്ല, മറിച്ച് കോടി എന്നതിന്
തരം എന്നാണ് അത്ര അർത്ഥം. അപ്പോൾ 30 തരം എന്ന് വെച്ചാൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അങ്ങനെയാണ് 30 മുക്കോടി എന്നുള്ള നമ്പറല്ല. എന്നാലും നമ്മുടെ ഹിന്ദു മതത്തിനകത്ത് ഒരുപാട് മതവിശ്വാസങ്ങൾ, ഒരുപാട് ദൈവങ്ങളും ഓരോ പ്രദേശത്തും നമ്മൾ പേരെടുത്ത് വിളിക്കുന്ന, ആ പ്രദേശത്തോട് പേരെടുത്ത് വിളിക്കുന്ന, അമ്പലത്തോട് പേരെടുത്ത് വിളിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പലരും ആ ദൈവത്തെ വിചാരിക്കുന്ന സമയത്ത് അതിലേതോ ഒരു ദൈവത്തെയാണ് നമ്മുടെ മനസ്സിലേക്ക്. നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ വേണം എന്ന് ഈ പറയുന്ന ഇത്രയും കാലം ഇവരുടെയൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെയുള്ള ആളുകളടക്കം ഇത്രയും കാലം നടത്തി വന്നത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രം പറ്റില്ല. അല്ല, അതാണ്, അത് ശരിയാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് അടിസ്ഥാനപരമായി സനീഷ് ഈ രാജ്യസ്നേഹം എന്നുള്ളതാണല്ലോ പ്രതിഫലിക്കേണ്ടത്. അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യത്തോടും ഭരണഘടനയോടുമുള്ള കൂറ്, അതാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ആഭിമുഖ്യം, അതാണ് ഇത്തരം ഒരു ചടങ്ങിൽ പ്രകടമാവേണ്ടത്. അല്ലാതെ സ്വന്തം മതത്തോടുള്ള കൂറോ മതത്തോടുള്ള ആഭിമുഖ്യമോ അല്ലല്ലോ അവിടെ ഉയർന്നു നിൽക്കേണ്ടത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങാനും ഒരു MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുമ്പോൾ ജഡ്ജി അപ്പൂപ്പൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഈ രീതിയിൽ. കാരണം അങ്ങനെയല്ലല്ലോ. അതിന് പകരം ദൈവനാമത്തിൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാം, അതുപോലെ മറ്റെല്ലാവർക്കും സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ അങ്ങനെയേ പാടുള്ളൂ. ആ സത്യപ്രതിജ്ഞയിൽ ഉയർന്നു നിൽക്കേണ്ടത് രാജ്യത്തോടും ഭരണഘടനയോടുമുള്ള വിധേയത്വമാണ്. ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതും അതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ദൈവത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് പ്രാദേശികമായുള്ള ഏതെങ്കിലും, അങ്ങനെയൊക്കെ ധാരാളം ദൈവങ്ങളുണ്ടല്ലോ, ആൾദൈവങ്ങളുണ്ട് ധാരാളം പേര്. ഇവരുടെയൊക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഇത് നടക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, പശുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ നടന്ന രാജ്യമാണ് ഇവിടം. അപ്പോൾ ഈ രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ തെളിയുന്നത് എന്താണ്? അടിസ്ഥാനപരമായി പശുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാളുടെ സത്യപ്രതിജ്ഞയിൽ നിന്ന് നമുക്ക് തെളിയുന്നത് ഈ ജനാധിപത്യ രാജ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനയോടോ ഈ രാജ്യത്തോടോ ഉള്ള ആഭിമുഖ്യമല്ല, അദ്ദേഹത്തിന് പശുവിനോടുള്ള ആഭിമുഖ്യമാണ്. അത് ശരിയായ രീതിയല്ല. അത് വളരെ കൃത്യമായി തന്നെ ഇന്നിപ്പോൾ ജസ്റ്റിസ് കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്തായാലും പിന്നെ പോട്ടെ ഹർഷ, അതായത് അവർക്കൊരു തെറ്റുപറ്റിപ്പോയി, ഇനിയെങ്കിലും നാട്ടിനടങ്ങി ജീവിക്കണം നിങ്ങൾ എന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കേരളത്തിൽ അത്ര കേട്ട് പരിചയമില്ലാത്ത സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു BJPക്ക് ചരിത്ര വിജയം സമ്മാനിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ദൈവനാമത്തിലും സർവ്വശക്തൻ്റെ നാമത്തിലും യേശുവിൻ്റെ നാമത്തിലും അള്ളാഹുവിൻ്റെ നാമത്തിലും സഗർവുമെല്ലാം സത്യപ്രതിജ്ഞ കേട്ട മലയാളി ശ്രീപത്മനാഭസ്വാമിയും അയ്യപ്പനും ബലിദാനികളും എല്ലാം സത്യപ്രതിജ്ഞയിൽ കേട്ടു. ഈ കാര്യങ്ങളിലെല്ലാം ഒരു നിലപാട് കോടതിക്കകത്തും ഭരണഘടനാപരമായിട്ടുണ്ട് എന്നിപ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കി. ഒടുക്കം ആ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ കോടതി വിധിയും മലയാളിക്ക് പുതിയ ചിന്തകളും നർമ്മവും ഒരുപോലെ സമ്മാനിച്ചു. സ്വന്തം അധ്യാപകനായ മാധവൻ മാഷോ കേശവൻ മാഷോ ദാമോദരൻ മാഷോ ആണ് തൻ്റെ ദൈവമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാനാകുമോ എന്നായിരുന്നു കോടതിയുടെ ഒരു കമൻറ്റ്. അംഗീകരിക്കാനാകുമായിരിക്കും, പക്ഷേ ഇവിടെ അത് പറ്റില്ലായിരിക്കും. വനം കൊള്ളക്കാരൻ വീരപ്പനെ ദൈവമായി കാണുന്നവരുണ്ട് എന്ന് കരുതി വീരപ്പൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ പറ്റുമോ എന്നും കോടതി ചോദിച്ചു. എന്താണെങ്കിലും ചരിത്ര വിജയം നേടുമ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒന്നുകൂടി എന്നല്ല, ഒരിക്കലെങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് മാത്രം BJP നേതൃത്വത്തോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.